ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആഫ്രിക്കയിലെ വിശേഷങ്ങൾ. ചില ദിവസങ്ങളായിട്ട് ഞാൻ ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് സാധാരണയായി നടത്തുന്ന പ്രക്ഷേപണങ്ങൾ എല്ലാ തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കും നടത്തുന്ന പ്രക്ഷേപണങ്ങൾ ചില ആഴ്ചകളായിട്ട് നടത്തുവാൻ കഴിയാതെ ഇരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആഫ്രിക്കയിലായിരിക്കുന്നതിനാൽ ഇത് ഷൂട്ട് ചെയ്യുവാനും കൃത്യമായിട്ടിത് അപ്ലോഡ് ചെയ്യുവാനുമുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. എന്നാൽ ഈ സമയത്ത് അതിനുള്ളൊരു ചെറിയ സൗകര്യം തുറന്നു വന്നതിനാൽ അത് പ്രയോജനപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ ഉഗാണ്ടയിൽ കടന്നു വരുവാനും അതിനുശേഷം ടാൻസാനിയയിലായിരിക്കുവാനുമുള്ള ഒരവസരം ലഭിച്ചിരിക്കുന്നു. ആഫ്രിക്കയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും വളരെ ശക്തമാകുന്ന ഉണർവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഗാണ്ടയിൽ പാസ്റ്റർ ബെനിഹിൻ അവറുകൾ കടന്നു വന്ന് നടത്തിയ ക്രൂസൈഡ് എന്ന് പറയുന്നത് അസാധാരണമായിരുന്നു, അവിശ്വസനീയമെന്ന് വേണമെങ്കിൽ പറയാം. ജനം മഹാസാഗരം പോലെ ഒഴുകിയെത്തിയ ഒരു മഹായോഗമായിരുന്നു ആ ക്രൂസൈഡ്. ആ ക്രൂസൈഡിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചു. I remember you. How are you? God bless you. You look good. You look like Benny Hinn. I love it. Yes, how are you? I prayed for you in Orlando and you prophesied that we will become the fragrance of anointing, and God used us all together last year for a Holy Spirit revival in Electronic City, Bangalore. So you're together? Well, thank the Lord. Come on this way. Well, that's your wife. Oh, well, I called them up and didn't know that. Pardon? He's my spiritual mentor. Well, I pray the Lord. I don't know why the Lord said just bring him up here. I just listen and obey, that's all. Lord, I thank you for what you're going to do in India in the coming future. Wow. Bless them, Lord. Bless them. The second I said, Lord, I thank you for what you're going to do in India, I felt the robe of Jesus all around me. Oh, how he loves India. And the people of India are so dear to him. His heart is so big for all of us. Use these pastors. And use the pastors who are here from India, Lord. And those who are watching around the world and in India even now. Bless them. Bless them. Bless them. Anoint them and use them. Jesus' name. So precious. Oh Lord my God. When I in awesome wonder my burdens gladly bearing, he bled and died to take away my sin. Sing it, saints, then sings my soul. ക്രൂസൈഡിലെ രാവിലെ
10 മണി മുതൽ തന്നെ ജനം ഗ്രൗണ്ടിലെത്തുമായിരുന്നു. ഞങ്ങളും വളരെ നേരത്തെ കടന്നു പോകുമായിരുന്നു. ഒരു ദിവസം ഏകദേശം 11 മണിക്കൂറോളം മൊത്തം രാവിലെ കടന്നു ചെന്ന് രാത്രിയിൽ മീറ്റിംഗ് തീരുന്നത് 11:30-ക്കായിരുന്നു. അവസാന ദിവസത്തെ മീറ്റിംഗ് തീരുന്നത് 11:30-ക്കായിരുന്നു. ആ സമയം വരെയും ഏകദേശം 11-12 മണിക്കൂറോളം ആ ഗ്രൗണ്ടിൽ ഇരിക്കുവാനുള്ള അവസരം കർത്താവ് നൽകിത്തന്നു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, പകലിരിക്കുമ്പോൾ നമ്മൾ ആ ക്രൂസൈഡിന് വേണ്ടി നേരത്തെ തന്നെ പോയെങ്കിലേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് വളരെ നേരത്തെ തന്നെ കടന്നു പോകുന്നത്. കാരണം രാവിലെ 10 മണി മുതൽ തന്നെ ജനം ഈ ഗ്രൗണ്ടിലെത്തിച്ചേർന്ന് കൊടും വെയിലത്ത് അവരിരിക്കുകയാണ്. നല്ല ചൂടുള്ള ആ വെയിലത്ത് ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും ഉച്ചയ്ക്ക് 1 മണിയുടെയും 2 മണിയുടെയും ഒക്കെ വെയിൽ തട്ടുവാനുള്ള അതിനുള്ളൊരവസരം ലഭിച്ചു. അത് ഞാനൊരു പദവിയും ഭാഗ്യവുമായിട്ടൊരു ബ്ലെസ്സിങ്ങുമായിട്ടാണ് സ്വീകരിക്കുന്നത്. കാരണം ദൈവകാര്യത്തിന് വേണ്ടി നമ്മൾ വിലമുടക്കിയാൽ അതിന് തക്കവണ്ണമായിട്ടുള്ള ഒരു പ്രതിഫലത്തെ നമുക്ക് കൊയ്തെടുക്കുവാൻ കഴിയും. അവിടെ വെളിപ്പെട്ട ഗ്ലോറി എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ഞാൻ കരുതി ഭൂമിയിൽ ഇത്രയും ഉയർന്ന അളവിൽ ഗ്ലോറി വെളിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലും ശരീരത്തിലുമൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിൽ ഗ്ലോറി വെളിപ്പെടുമ്പോൾ എത്ര വലിയ സ്വർഗത്തിലെ ഗ്ലോറി എന്ന് പറയുന്നത്, സ്വർഗത്തിൽ ഗ്ലോറി വെളിപ്പെടേണ്ട കാര്യമില്ല, സ്വർഗം മുഴുവൻ ഗ്ലോറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലെ ആ ഗ്ലോറിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ ഗ്ലോറിയിൽ ഇരുന്നത് കൊണ്ടാണ് 12 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ വിശപ്പ്, ദാഹം ഇതൊന്നുമില്ല. പ്രകൃതിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വരുന്നില്ല. എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ ശരീരം അതിനോട് സെറ്റാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ കാലിന് വേദനയായി, തലയ്ക്ക് വേദനയായി, വെയിൽ തട്ടിയപ്പോൾ മുഖത്ത് പൊള്ളലായി, കാലേ പൊള്ളലായി, പിന്നെ ദാഹമായി, പിന്നെ പ്രകൃതിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വരുന്നു. ഇത് പ്രകൃതിയുടെ തലത്തിൽ, ഒരു നാച്ചുറൽ തലത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അത് സൂപ്പർ നാച്ചുറലായി തീരുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ സൂപ്പർ നാച്ചുറൽ വെളിപ്പെടും എന്നതിനുള്ള മറ്റൊരു തെളിവ് കൂടിയായിരുന്നു ആ ക്രൂസൈഡ് എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർ നാച്ചുറലിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ, ഗ്ലോറി വെളിപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഗ്ലോറി വെളിപ്പെടും. അങ്ങനെ ഗ്ലോറി വെളിപ്പെടുന്ന സന്ദർഭത്തിൽ എത്ര സമയമിരുന്നാലും നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ചൂട് തട്ടിയാൽ നമ്മുടെ ശരീരം പൊള്ളത്തില്ല, തലയ്ക്ക് വേദന വരില്ല, മുട്ടിന് വേദന വരില്ല. മറ്റൊരു തലത്തിൽ, വേറൊരു തലത്തിൽ നമ്മളായിരിക്കുന്നു. അവിടെ നമ്മുടെ ഉള്ളം ഇങ്ങനെ നിരന്തരം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. വേറൊരു ലോകത്തിൽ നമ്മളായിരിക്കുന്നത് പോലെ, സ്വർഗതുല്യമാകുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുന്നത് പോലെ നമുക്കവിടെ തുടരുവാൻ കഴിയും. പാസ്റ്റർ ബെന്നിഹിൻ കടന്നു വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഗ്ലോറി അതും വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ദാസന് 72 years, 72 വയസ്സുണ്ട്. 72 വയസ്സുള്ള കർത്തൃദാസൻ അവസാന ദിവസം ഏകദേശം 4.5 മണിക്കൂറോളം ശുശ്രൂഷിച്ചു. വൈകുന്നേരം 7 മണിക്ക് ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയിട്ട് 11:30 ആയപ്പോൾ കർത്താവിൻ്റെ ദാസൻ തന്നെ പറഞ്ഞു, പാസ്റ്റർ ബെന്നിഹിൻ അവറുകൾ തന്നെ പറഞ്ഞു, എനിക്ക് പോകാൻ ആഗ്രഹമില്ല, എന്നാൽ നിർത്തുകയാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ, അത് കണക്കുകൂട്ടി നോക്കിയപ്പോൾ 4.5 മണിക്കൂറോളം നോൺ സ്റ്റോപ്പായിട്ട് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആ ശരീരത്തിൽ, 72 വയസ്സുള്ള ആ അഭിഷക്തൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ട ഗ്ലോറി എന്ന് പറയുന്നത് അത് അത്ഭുതകരമാകുന്നു. ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സീസണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആഫ്രിക്കയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു അത്ഭുതകരമാകുന്ന അനുഭവങ്ങൾക്ക് ശേഷമാണ് ഞാൻ മറ്റൊരു രാജ്യത്ത്, ആഫ്രിക്കയിലെ തന്നെ മറ്റൊരു രാജ്യത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയും ദൈവപ്രവർത്തികളുടെ നടുവിലായിരിക്കുവാൻ കർത്താവ് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയാസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മാനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഈ ലൂക്കിയാസ് എന്ന് കണ്ടപ്പോൾ അത് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് തന്നെയാണോ എന്ന് അറിയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ
ഒന്ന് ഒരു കമൻട്രിയിലേക്കൊന്ന് നോക്കുകയും ഒന്ന് രണ്ട് ഭാഗങ്ങളിലൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതകരമാകുന്ന മറ്റൊരു കാര്യം മനസ്സിലായി. ഇവിടെ നീഗർ എന്നു പേരുള്ള ശിമോൻ, അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ നീഗർ എന്ന് പറയുന്നതിൻ്റെ യവനായ അർത്ഥം എന്ന് പറയുന്നത് കറുപ്പെന്നാണ്. നീഗർ എന്നു പേരുള്ള ശിമോൻ, ഈ ശിമോനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇദ്ദേഹം ബ്ലാക്ക് ആയിരുന്നു, ആഫ്രിക്കൻ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ബർന്നബാസ് യഹൂദനാകുന്നു, ഏഷ്യക്കാരനാകുന്ന യഹൂദനാകുന്ന ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ ആഫ്രിക്കക്കാരനാകുന്ന ആ സഹോദരൻ, അതോടുകൂടെ കുറേനക്കാരനായ ലൂക്കിയോസ്. അപ്പോൾ പലരും പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ലൂക്കിയാസ് അത് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് അല്ല. 3 ലൂക്കോസുമാരെ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിൻ്റെ സുവിശേഷവും എഴുതിയ ലൂക്കോസ്, മറ്റൊരു ലൂക്കോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേനക്കാരനാകുന്ന ലൂക്കിയാസ്. അവിടെ മലയാളത്തിൽ തന്നെ അതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ലൂക്കോസ് എന്നുള്ളതല്ല വന്നിരിക്കുന്ന, ലൂക്കിയാസ് എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അതിൻ്റെ ആ പേരിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു ലൂക്കോസിനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും 3 വ്യത്യസ്ത വ്യക്തികളാകുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചിലർ പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് തന്നെയാണ് ഈ ലൂക്കോസ് എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ നമുക്ക് ആ പൊതുവിൽ പറഞ്ഞിരിക്കുന്ന 3 ലൂക്കോസുമാരും 3 വ്യക്തിത്വങ്ങളാകുന്നു. അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്ന ലൂക്കോസ്, ആ ലൂക്കോസിനെ കുറിച്ച് കൊലോസി ലേഖനത്തിലൊക്കെ വൈദ്യനാകുന്ന ലൂക്കോസ് എന്നാണ്. അവിടെ കൊലോസി ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പോയിട്ട് അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന ലൂക്കോസ് എന്ന് എഴുതിയിരിക്കുന്നത് വ്യത്യാസമുണ്ട്, ഇവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കിയാസ് എന്നെഴുതിയിരിക്കുന്നത് വ്യത്യാസമുണ്ട്. അവിടെ പ്രത്യേകിച്ചും വൈദ്യനാകുന്ന ലൂക്കോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഇവിടെ എഴുതിയ ലൂക്കോസ് കുറേനക്കാരനായ ലൂക്കിയോസ് എന്ന് ഒരിക്കലും എഴുതത്തില്ല. ഈ കുറേന എന്ന് പറയുന്നതും അതിനെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ കുറേനക്കാരനാകുന്ന ലൂക്കിയോസ് വ്യത്യസ്തനാകുന്ന വേറൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന ചരിത്രകാരന്മാരും കണ്ടെത്തുന്നത് ഈ കുറേന എന്ന് പറയുന്നത് ഇവിടെ സൈപ്രസിലൊരു കുറേനയുണ്ട്, എന്നാൽ ആഫ്രിക്കയിലും ഒരു കുറേനയുണ്ട്. അപ്പോൾ പൊതുവിൽ പറയുന്നത് ആഫ്രിക്കയിലുള്ള കുറേനക്കാരനായ ലൂക്കിയോസ്. അങ്ങനെ വരുമ്പോൾ ഈ 2-ാമത്തെ വ്യക്തിയും ഒരു ആഫ്രിക്കക്കാരനാണ്. നീഗർ എന്ന ശിമോനും ആഫ്രിക്കക്കാരനാണ്. കുറേനക്കാരനായ ലൂക്കിയാസും ആഫ്രിക്കക്കാരനാണ്. അതിനുശേഷം ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മാനായൻ. ആ മാനായൻ ഒന്നുകിൽ അദ്ദേഹം യഹൂദനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏഷ്യക്കാരനായിരിക്കും. അതും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യൂറോപ്യനാകുവാനും ഉള്ള സാധ്യത ഉണ്ട്. ശൗൽ യഹൂദനാകുന്നുവല്ലോ. ഈ പ്രാർത്ഥനയിൽ ഒരു രാജ്യക്കാർ മാത്രമല്ല, അത് അത്ഭുതകരമല്ലേ, പല കോണ്ടിനെൻറ്റുകളുടെ ഒരു സാന്നിധ്യം അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് എനിക്ക് ഒരു പുതിയ ഇൻസൈറ്റായിട്ട് ലഭിക്കുകയുണ്ടായി. കമൻട്രികളിൽ നിന്ന് ലഭിച്ചതാണ്. അതൊരു പുതിയ അറിവായിട്ട് ഞാൻ സ്വീകരിച്ചു. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ഇവിടെ നടന്ന ഞായറാഴ്ച നടന്ന ആരാധനയിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ നടന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഏഷ്യക്കാരുടെ മാത്രം പ്രാർത്ഥനയായിരുന്നില്ല, യഹൂദന്മാർ മാത്രം കൂടി വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നില്ല. ആഫ്രിക്കക്കാരും യഹൂദന്മാരാകുന്ന ഏഷ്യക്കാരും എല്ലാം ചേർന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ കറുത്ത വർഗ്ഗക്കാർ, നമ്മളെപ്പോലെ ബ്രൗൺ നിറത്തിലുള്ളവർ, മഞ്ഞ നിറത്തിലുള്ളവർ, വെളുത്ത നിറമുള്ള യൂറോപ്യൻസ്, ഇങ്ങനെ മനുഷ്യരുടെ നിറങ്ങൾക്ക് മാറ്റമുണ്ടായി. ശരീരഘടന ഇൻ ദ സെൻസ് കാഴ്ചയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഒരു കാര്യം. എന്നാണത് സംഭവിച്ചത്? പൊതുവിൽ നമുക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലാകുന്നുവല്ലോ ഭാഷാകലക്കം ഉണ്ടാകുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ഉൽപ്പത്തി 1, 2 അധ്യായങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ആദാം ഹൗവ അവരെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ
ഒരേ നിറത്തിലുള്ള മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു. അവരുടെ സന്തതികളെല്ലാം അതേപോലെ തന്നെ ഒരേ നിറമുള്ളവരായിരുന്നു. അവരെല്ലാം ഒരേ ഭാഷ സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് പൊതുവിൽ വിശ്വസിക്കുവാൻ കഴിയും. ഇന്നീ കാണുന്നത് പോലെയുള്ള നിറവ്യത്യാസവും ആകൃതി വ്യത്യാസവും ആരംഭത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഉൽപ്പത്തി 11 വരുമ്പോൾ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര, നമുക്കറിയാം ഭാഗത്ത് സംഭവിച്ചത് എന്താണെന്ന്. 4-ാം വാക്യത്തിൽ, വരുവീൻ ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളവും എത്തുന്ന ഒരു ഗോപുരവും പണിയുക. ദൈവത്തിന് വിരോധമായിട്ട് ഉയരുന്ന മത്സരം, റിബല്യൻ. അതിനു മുന്നമേ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഒരേ ഭാഷയും ഒരേ വാക്കും എന്ന് പറയുമ്പോൾ അവരെ കാഴ്ചയിലും അവരുടെ നിറവുമൊക്കെ കാഴ്ചയിലും പൊതുവിൽ അവർ ഒരു ലൈക്നെസ് ഉള്ളവരായിരുന്നു. തമ്മിൽ ഒരു സദൃശ്യമുള്ളവരായിരുന്നു. ഇന്നീ കാണുന്നത് പോലെ കറുത്തവർ, മഞ്ഞ നിറമുള്ളവർ, വെളുത്ത നിറമുള്ളവർ തമ്മിൽ യാതൊരു വിധമാകുന്ന ശാരീരികമാകുന്ന കാഴ്ചയിൽ അടുപ്പവുമില്ലാത്തൊരു നിലവാരത്തിലായിരുന്നില്ല അന്നുണ്ടായിരുന്ന മനുഷ്യരെല്ലാം. ഒരേ നിലവാരത്തിൽ ഒരേ ലൈക്നെസ് ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഒരേ ഭാഷയായിരുന്നു, ഒരേ വാക്കുമായിരുന്നു. എന്നാൽ ഇവരിൽ വെളിപ്പെട്ട മത്സരം, ദൈവത്തിന് വിരോധമായി വെളിപ്പെട്ട മത്സരം, ആ മത്സരത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരുമയാണ്. ഒരേ ഭാഷയും ഒരേ വാക്കും. അവരങ്ങനെ ഒരു അസാധാരണമാകുന്ന അളവിലുള്ള ഐക്യതയിൽ അവർ നിൽക്കുകയാണ്. അപ്പോഴാണ് 6-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്. ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേ നിലവാരത്തിലുള്ള ഒരുമ എവിടെ വെളിപ്പെട്ടാലും, ഇന്ന് വെളിപ്പെട്ടാലും, അങ്ങനെ ഉള്ളവർക്ക് ഒന്നും അസാധ്യമാകുകയില്ല. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്നുള്ള ഒരു പ്രപഞ്ച തത്വമാണ് യഹോവയാകുന്ന ദൈവം ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു തത്വമാകുന്നു. ഈ അളവിലുള്ള ഒരൈക്യത എവിടെ വെളിപ്പെട്ട് കഴിഞ്ഞാലും അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. അങ്ങനെയാണ് അവർ ആ ഗോപുരം പണിയുന്നത്. ആ ഗോപുരം പണിയുമ്പോൾ യഹോവയാകുന്ന ദൈവം ഇറങ്ങി വന്നതിന് ശേഷമായിട്ട് അവരുടെ ഭാഷ കലക്കുകയാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വരുത്തിവെക്കുന്ന വിനയും മനുഷ്യകുലത്തിന് അത് വരുത്തിവെക്കുന്ന വിപത്തിനെക്കുറിച്ചും ദൈവത്തിന് ബോധ്യമായത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവിടെ ഒരു കൺഫ്യൂഷനെ, ഒരു കലക്കത്തെ ദൈവം അനുവദിക്കുന്നത്. വലിയവനാകുന്ന ദൈവം അത് അനുവദിക്കുകയാണ്. മനുഷ്യർ തമ്മിൽ കലങ്ങിപ്പോകുവാൻ, അല്ലെങ്കിൽ ഭാഷയിൽ കലക്കമുണ്ടാകുവാൻ വേണ്ടി ദൈവം അനുവദിക്കുകയാണ്. ഭാഷ കലങ്ങിയതോടുകൂടെ തന്നെ നമുക്ക് ഉറപ്പിക്കുവാനും വിശ്വസിക്കുവാൻ കഴിയും. ഭാഷ കലങ്ങിയതോടുകൂടെ തന്നെ ഇവരുടെ ശരീരഘടനയിൽ നിറത്തിനും ആകൃതിക്കും ഒക്കെ മാറ്റം വരുന്നതെന്തോ അവിടെ സംഭവിച്ചു എന്ന് ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങനെ കറുത്ത വർഗ്ഗക്കാരായി, മഞ്ഞ നിറക്കാരായി, വെളുത്ത നിറക്കാരായി, ഇന്ത്യക്കാരെ പോലെ ബ്രൗൺ നിറത്തിലുള്ളവരായി വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്തമാകുന്ന നിറമുള്ളവർ ഈ ഭൂമിയിൽ മനുഷ്യരങ്ങനെ അങ്ങ് വിഭജിക്കപ്പെട്ടു പോകുകയാണ്. അപ്പോൾ കറുത്തവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിഷ്ടമല്ല, ബ്രൗൺ നിറക്കാരനെ കാണുമ്പോൾ കറുത്ത വർഗ്ഗക്കാർക്ക് ഇഷ്ടമല്ല, വെളുത്തവരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടക്കേടുണ്ടാകുന്നു, മഞ്ഞ നിറക്കാർക്ക് വെളുത്തവരെ കാണുമ്പോൾ ഇഷ്ടക്കേടുണ്ടാകുന്നു. മനുഷ്യൻ ഭാഷയിൽ മാത്രമല്ല വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, ആകമാനമുള്ള ആകൃതിയിലും വിഭജിക്കപ്പെട്ട ഒരു വല്ലാത്ത ദുഃഖകരമാകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യകുലം പോകുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടും ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ മുഴുവൻ വിഭജിക്കപ്പെട്ടു, വർഗങ്ങളായി, ഗോത്രങ്ങളായി. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവരുടെ പാർപ്പിൻ്റെ പരിധി നിരൂപിക്കുക, അങ്ങനെ ഒരു ആ നിലയിൽ അവർ ഒരു നിലപാടെടുക്കുകയാണ്. അവർ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഷ സംസാരിക്കുന്നവർ ഇന്ന സ്ഥലത്ത് മാത്രം പാർക്കണം, അവിടെ വേറൊരാളിനെ കയറുവാൻ അവരനുവദിക്കുകയില്ല. കറുത്ത വർഗ്ഗക്കാർക്ക് ഇന്ന സ്ഥലം, മഞ്ഞ നിറക്കാർക്ക് ഇന്ന സ്ഥലം. ഇങ്ങനെ ഇവരുടെ ടെറിറ്ററിക്കും അതിരുകളുണ്ടായി. ഭാഷയുടെയും നിറത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർ പാർക്കുന്ന സ്ഥലങ്ങൾക്ക്, ടെറിറ്ററികൾക്ക് അങ്ങനെ ഒരു പരിധി ഉണ്ടായി. അവിടേക്ക് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുകയില്ല. ഇത് മുൻകാലങ്ങളിലാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാർ വെളുത്ത വർഗ്ഗക്കാരുടെ ഇടയിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രവേശിപ്പിക്കുകയില്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നിപ്പം
കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സംസ്കാരത്തിന് മാറ്റം സംഭവിച്ചതോടുകൂടെ റിസൾട്ട് ഓഫ് സിവിലൈസേഷൻ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭൂമിയുടെ ഇന്നത്തെ സംവിധാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഭാഷയുടെ അടിസ്ഥാനത്തിലല്ലേ ഭൂമി, അല്ലെങ്കിൽ ഇതേപോലെയുള്ള മനുഷ്യൻ്റെ നിറത്തിൻ്റെയുമൊക്കെ അടിസ്ഥാനത്തിലല്ലേ ഭൂമിയിലെ സ്ഥലങ്ങളിൽ മനുഷ്യൻ പാർക്കുന്നത്? അങ്ങനെയല്ലേ ഈ ഭൂമി വിഭജിക്കപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നടന്ന ഈ ഭീമാകാരമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭീകരമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ ദുഃഖകരമെന്ന് വേണമെങ്കിൽ പറയാം. ആ വിഭജനത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യകുലം വല്ലാത്ത ദുരിതങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഇന്നും ആ ദുരിതങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയുന്നു. അതിനെ ചൊല്ലി ഈ ഭൂമിയിൽ നടന്ന യുദ്ധങ്ങൾ, ഈ ഭൂമിയിൽ നടന്ന രക്തച്ചൊരിച്ചിലുകൾ ഒക്കെ അത് വളരെ ദുഃഖകരമാകുന്നു. അവിടെ നിന്ന് മനുഷ്യകുലത്തെ വീണ്ടും ഒരുമയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് വലിയവനാകുന്ന ദൈവം തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ച ആ മഹാകലക്കത്തെ ഇല്ലാതെയാക്കി വീണ്ടും മനുഷ്യകുലത്തിൻ്റെ നടുവിൽ ഒരുമയെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം ഭാഷാ കലക്കത്തെ നീക്കിയിട്ട് മനുഷ്യന് ഒരു ഭാഷ കൊടുക്കുന്ന, മനുഷ്യന് ഒരേ ലൈക്നെസ് കൊടുക്കുന്ന, കണ്ടാൽ ഒരുപോലിരിക്കുന്ന ലൈക്നെസ് കൊടുക്കുന്ന ഒരത്ഭുതമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. അവിടെ ആ ലൈക്നെസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് ലൈക്നെസ് ആണ്, ക്രിസ്തു സമാനത. എന്നിപ്പം ആഫ്രിക്കക്കാരനാകുന്ന ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ, ഇന്ത്യക്കാരനാകുന്ന ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ, യൂറോപ്യനാകുന്ന ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ അവരിൽ നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? ക്രിസ്തു സമാനതയാണ് കാണുവാൻ കഴിയുന്നത്. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്നില്ല, ക്രിസ്തു സമാനത നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ സംസാരിക്കുന്നവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. ആ അത്ഭുതം സംഭവിച്ചത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആ അത്ഭുതം സംഭവിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് അവിടെ വന്നവരെക്കുറിച്ച് അതിൻ്റെ ലിസ്റ്റ് 9-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ പാർഥ്യരുണ്ട്, മേദ്യരുണ്ട്, എലാമ്യരുണ്ട്, മെസ്സൊപ്പൊത്തോമിയക്കാരുണ്ട്, യഹൂദിയിലും കപ്പദോക്കിയിലുമുള്ളവരുണ്ട്, പൊന്തോസിലും ആസിയിലും ഫ്രുഗിയിലും പൊംഫിലിയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും. അപ്പോൾ ഈ ഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമാണ്. അന്ന് ജനപ്പാർപ്പിനെക്കുറിച്ച് അറിവുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏഷ്യക്കാരുണ്ടായിരുന്നു, ആഫ്രിക്കക്കാരുണ്ടായിരുന്നു, യൂറോപ്പുകാരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മനുഷ്യവാസം ഈ 3 കോണ്ടിനെൻറ്റുകളിലാണ് ഉണ്ടായിരുന്നത്. അവിടെ മനുഷ്യൻ വസിക്കുന്നു എന്നുള്ള അറിവ് മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തും അമേരിക്ക ഉണ്ടായിരുന്നു, എന്നാൽ ആർക്കും അമേരിക്കയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അന്നും ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയെക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. അവിടെ മനുഷ്യർ പാർക്കുന്നതിനെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. അന്ന് സംസ്കാരമുള്ള അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റുകൾ, അന്നത്തെ നിലവാരത്തിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റുകൾ 3: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്റ്റ് നാളിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്റ്റ് നാളിൽ ആളുകളുണ്ടായിരുന്നു. ഈ 3 കോണ്ടിനെൻറ്റുകളിൽ നിന്നും ആളുകളുണ്ടായിരുന്നു. ഒരു ഭയങ്കര അത്ഭുതമാണ് അന്ന് സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ വല്ലാത്ത കലക്കത്തെ പരിഹരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ യോജിപ്പ്, ഐക്യത, ഒരുമ, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ, ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു. ഒരേപോലെയുള്ളവർ, ക്രിസ്തു സമാനതയുള്ള ഒരു വലിയ കൂട്ടത്തെ എല്ലാ കോണ്ടിനെൻറ്റുകളിലും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തല പ്രവൃത്തി 13-ൽ സംഭവിക്കുന്നത്. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു ഏഷ്യക്കാരുമുണ്ട്, ആഫ്രിക്കക്കാരുമുണ്ട്. വേണമെങ്കിൽ യൂറോപ്യൻസും അവിടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏഷ്യക്കാരും ആഫ്രിക്കക്കാരുമുണ്ട്. അവരുടെ നടുവിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുക. ഇവർ രണ്ടുപേരും കൂടെ യാത്ര ആരംഭിക്കുകയാണ്. പൗലോസും ബർന്നബാസും യാത്ര ആരംഭിക്കുകയാണ്.
അന്ന് അവിടെ ഉണ്ടായിരുന്നവരെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ അവർ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ ബാരിയേഴ്സിനെ മുഴുവൻ ബ്രേക്ക് ചെയ്യുന്നു. ഉൽപ്പത്തി 11 വന്ന എല്ലാ തടസ്സങ്ങളുടെ മതിലുകളെയും ഇടിച്ചു കളഞ്ഞുകൊണ്ട്. അതുതന്നെയാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ ആരംഭ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിലും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഒതുക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ചില രാജ്യങ്ങളിൽ നിങ്ങൾ ഒതുക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ഒരു 50 വർഷം മുന്നമേ അല്ലെങ്കിൽ ഒരു 100 വർഷം മുന്നമേ നമ്മുടെ ഗ്രാമത്തിലുള്ളവർ ആ ഗ്രാമം വിട്ട് എവിടെയെങ്കിലും പോകുമായിരുന്നു. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പോകുമായിരുന്നു, ഒരിക്കലും പോകുകയില്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലും തമിഴ്നാട്ടിൽ പോകുമായിരുന്നു, തമിഴ് സംസാരിക്കുന്നവരുടെ ഇടയിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആരെങ്കിലും ഹിന്ദി സംസാരിക്കുന്നവരുടെ ഇടയിൽ പോയി പാർക്കുമായിരുന്നു. ഒരു സാധ്യതയില്ല. വളരെ വിരളമായിട്ട് ചില കാര്യങ്ങളൊക്കെ അന്ന് സംഭവിക്കുമായിരുന്നു. അതല്ലാതെയുള്ള ഒരു മാറ്റിപ്പാർക്കൽ അല്ലെങ്കിൽ ഒരു മൈഗ്രേഷനൊന്നും നമുക്ക് അന്നത്തെ കാലത്ത് കാണുവാൻ കഴിയുന്നില്ല. അതെല്ലാം തടസ്സങ്ങളായിരുന്നു. ഭാഷയുടെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളെ ചില പ്രത്യേക പരിമിതികൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയിരുന്ന ആ ബാരിയേഴ്സിനെ, ആ തടസ്സങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ മാത്രം നിങ്ങൾ തുടരുമോ? ഇല്ല, ആ പരിധികളെ നിങ്ങൾ തകർത്തുകൊണ്ട് യെരുശലേമിൽ നിന്ന് നിങ്ങൾ യഹൂദ്യയിൽ നിന്ന് അവിടെ നിങ്ങളുടെ മുൻപിലുള്ള കൾച്ചറലായിട്ടുള്ള എല്ലാ ബാരിയേഴ്സിനെയും തകർത്തുകൊണ്ട് നിങ്ങൾ ശമരിയെ കയറാൻ പോവുകയാണ്. ശബരിയെ കയറിയതിന് ശേഷം അവിടെ നിന്നും അടുത്ത ബാരിയേഴ്സിനെ നിങ്ങൾ തകർത്തുകൊണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്കും നിങ്ങളെ അയക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എല്ലാ ബാരിയേഴ്സ്, ഭാഷയുടെ ബാരിയേഴ്സ്, നിറത്തിൻ്റെ ബാരിയേഴ്സ്, ട്രൈബിൻ്റെ ബാരിയേഴ്സ്, നിങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാകുന്നു. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഈ ഗോത്രങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പം ഉഗാണ്ടയിൽ നിങ്ങൾ പോവുകയാണ്, ഉഗാണ്ടയിൽ കമ്പാലയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ലുഗാണ്ട എന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. കമ്പാല വിട്ടൊരു 50 കിലോമീറ്റർ പോകേണ്ട, അതിനു മുമ്പ് ഭാഷ മാറും, വേറൊരു ഭാഷയാകുകയാണ്. ഈ ഗോത്രക്കാർക്കല്ല, ഓരോരോ ഗോത്രമാണ്. അപ്പോൾ ഉഗാണ്ടയിൽ ചെന്നപ്പോൾ അവിടെ കണ്ടുമുട്ടിയ അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളുടെ മറ്റൊരു ഗോത്രത്തിൻ്റെ നടുവിൽ ചെന്ന് ഒരു സുവിശേഷ യോഗം നടത്തണമെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ ഭക്ഷണ രീതികൾക്ക് വ്യത്യാസമുണ്ട്. ഈ കമ്പാല ഭാഗത്ത് അവർ നമ്മുടെ വാഴയ്ക്ക പുഴുങ്ങി അത് ചതച്ച്, അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത്. എന്നാൽ അവിടുന്ന് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കപ്പ ഉണക്കിയിട്ട് കപ്പ പൊടിക്കും. കപ്പ പൊടിച്ചതിന് ശേഷം കപ്പപ്പൊടി പുഴുങ്ങിയുള്ള ഒരു ഭക്ഷണമാണ് ആ ഭാഗത്തുള്ളത്. ഇനി ഈസ്റ്റിലേക്ക് പോകാതെ നിങ്ങൾ പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ അവിടെ പോഷെ എന്ന് പറയുന്ന ഒരാഹാരമാണ്. പോഷെ എന്ന് പറയുമ്പോൾ അവിടെ കോങ്കോളീസൊക്കെ കഴിക്കുന്ന പോഷെ എന്ന് പറയുമ്പോൾ അത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കോൺ പൗഡറിൽ നിന്നുണ്ടാകുന്നതാണ് പോഷെ എന്ന് പറയുന്നത്. ഇനി ടാൻസാനിയയിൽ വരുമ്പോൾ ഉഗാളി, ഈ ഭാഗത്ത് ടാൻസാനിയ കെനിയ ഭാഗത്തെല്ലാം ഉഗാളി എന്ന് പറയുന്ന സാധനമാണ്. മെയ്സ് പൗഡറിൽ കൊണ്ട് കുഴച്ചുണ്ടാക്കുന്നൊരു സാധനമാണ്. ഞാൻ ഉഗാളി ഒന്ന് കഴിച്ചു നോക്കി. ഉഗാളി കഴിച്ചപ്പം എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടുത്തുകാർക്ക് ഉഗാളി കഴിക്കാതെ ജീവിക്കാനൊക്കത്തില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ചോറും, ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ തിരുവല്ല ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ചോറ്, മോര്, മീൻ, ഇത് മൂന്നും, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം നല്ല രുചികരമായി തീരും. ഇത് കുറേ ദിവസം കിട്ടാതെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ പരിചയിച്ചു, ഒരുപാട് യാത്ര ആയതുകൊണ്ട് ഇപ്പോൾ മോരും മീനും ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം നന്നായിട്ടങ്ങ് പോകും എന്നതുപോലെയാണ് ഉഗാളി. ഇവിടുത്തുകാർക്ക് ഉഗാളി ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഉച്ച സമയത്ത് അവരുടെ പ്രധാന ഭക്ഷണം ഉഗാളിയാണ്. ഉഗാളിയും ബീൻസും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് രുചികരമാകത്തില്ല. വേറെ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബർഗർ കൊടുക്കാമെന്ന് പറഞ്ഞാലും, KFC കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഉഗാളിയും ബീൻസും ഉണ്ടെങ്കിലാണ് അവരുടെ ആ ഭക്ഷണം സുഖകരമായി തീരുന്നത്. ഈ നിലയിൽ ഗോത്രങ്ങളുടെയും ഭാഷകളുടെയും നിറത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ബാരിയേഴ്സിൻ്റെ നടുവിലായിപ്പോയി, തടസ്സങ്ങളുടെ നടുവിലായിപ്പോയി. അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുവാൻ
പരിശുദ്ധാത്മാവ് പറയുകയാണ്. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് പറയുന്നത്, നിങ്ങളെ കണ്ടിരിക്കുന്നത് നിങ്ങൾ ഉകാളി കഴിച്ചുകൊണ്ട് ജീവിക്കുവാനോ, നിങ്ങൾ പോഷ കഴിച്ചുകൊണ്ട് ജീവിക്കുവാനോ, നിങ്ങൾ കസാവ കഴിച്ചുകൊണ്ട് അവിടെ മാത്രം ചോറും ഒരു മീനും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളവരല്ല. നിങ്ങളുടെ മേലൊരു കോളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ബ്രേക്ക് ചെയ്യണം. അടുത്ത 10 വർഷം നിങ്ങൾക്ക് ചോറും മീനും മോരും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഏത് ദേശത്തും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമെന്നുള്ള നിലവാരത്തിലേക്ക് അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യുക. യെരൂശലേമിലും അവിടെ യെരൂശലേമിന് ചുറ്റും വന്നിരിക്കുന്ന ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് യഹൂദിക്ക് ചുറ്റുമുള്ള ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് അവിടെ ഒന്ന് ശമരിയിലേക്കും വളരെ വ്യത്യസ്തമാകുന്ന സംസ്കാരം, വളരെ വ്യത്യസ്തമാകുന്ന ഭക്ഷണ രീതി, അതിൻ്റെ നടുവിലേക്ക് പോവും. അവിടെ ഒന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം. ഈ പത്രോസും അപ്പോസ്തലന്മാരൊക്കെ യാത്ര ചെയ്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യെരൂശലേമിൽ നിന്ന് അവർ അന്ത്യോക്യ വരികയാണ്. പിന്നെ അവർ അന്ത്യോക്യയിൽ നിന്ന് പൗലോസൊക്കെ അന്ത്യോക്യയിൽ നിന്ന് കുപ്രോസ് ദ്വീപിലേക്ക് പോവുകയാണ്. കുപ്രോസ് ദ്വീപ് കഴിഞ്ഞതിന് ശേഷം ഏഷ്യയിലെ കറക്കമെല്ലാം മാറ്റിയിട്ട് ഒരു ദിവസം അവർ നേരെ മാസിഡോണിയയിലേക്ക് പോവുകയാണ്. ഫിലിപ്പിയിലേക്ക്, ആദ്യം ആ ഫിലിപ്പിയ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഫിലിപ്പിയിൽ നിന്ന് അവർ മാസിഡോണിയൻ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇത് ചിന്തിക്കുവാൻ കഴിയുമോ? അന്നത്തെ കാലത്ത് ചിന്തിക്കുവാൻ കഴിയും. കുപ്രോസ് ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പൗലോസൊക്കെ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയത്? അവിടെ അന്ന് യവനായ ഭാഷ പലർക്കും അറിയാമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ലാറ്റിനോ യവനായ ഭാഷയോ അന്ന് പൊതുവിൽ ലോകത്തിൽ പല മേഖലകളിലും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും അന്നത്തേക്കാൾ ഇന്ന് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ടാൻസാനിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടുത്തെ സ്വഹാളി ഭാഷയാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പോൾ യുഗാണ്ടയിൽ പോയി കഴിഞ്ഞാൽ, ഉൾപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ലോകവ്യാപകമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന് തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഒരു കോമൺ ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഉഗാണ്ടയിലെ ഒരു വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. മൊസാംബിക്കിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അവർക്ക് പോർച്ചുഗീസാണ് അറിയുന്നത്. അവർ പോർച്ചുഗീസ്, അവരുടെ കോമൺ ലാംഗ്വേജ് പോർച്ചുഗീസും പിന്നെ ലോക്കൽ ലാംഗ്വേജസുമാണ്. അപ്പോൾ ഇതേപോലെ ഇന്ന് പോലും ലോകത്തിലുള്ള കോമൺ ലാംഗ്വേജ് ദേശനിവാസികൾക്ക് അറിയാതിരിക്കുമ്പോൾ അന്നത്തെ കാലത്തെ കോമൺ ലാംഗ്വേജ് ആകുന്ന യവനായ ഭാഷയോ അല്ലെങ്കിൽ ലത്തീൻ ഭാഷയോ, ആ ലത്തീൻ ഭാഷയോ ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. 1-2 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ആ ഒരു സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ പൗലോസ് കുപ്രോസ് ദ്വീപിൽ ചെന്ന് എന്താ പ്രസംഗിച്ചത്? ഏത് ഭാഷയിൽ പ്രസംഗിച്ചു? ഏത് ഭാഷയിൽ ആശയവിനിമയം ആശയവിനിമയം നടത്തി. മെലിത്ത ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് നിലയിൽ ആശയവിനിമയം നടത്തി. ആ ആശയവിനിമയം നടത്താൻ വേണ്ടി ഇന്ന ഭാഷയാണ് ഉപയോഗിച്ചത് എന്നൊന്നും അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ട്, തങ്ങളുടെ മുൻപിൽ വന്ന വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ട്, ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഭക്ഷണരീതികളിൽ വരുന്ന മാറ്റങ്ങളെ അതിനെ നിസ്സാരമായി കണ്ട്, പാർക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളെ നിസ്സാരമായി കണ്ട് യെരൂശലേമിൽ നിന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം അന്നത്തെ ജനതയ്ക്ക് പോകുവാൻ കഴിയുമെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെയും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. കേരളത്തിൽ നിന്ന് നിങ്ങൾ തമിഴ്നാട്ടിലേക്കും, തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും, ആന്ധ്രാപ്രദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്കും, വെസ്റ്റ് ബംഗാളിൽ നിന്ന് നിങ്ങൾ അരുണാചൽ പ്രദേശിലേക്കും, ആസാമിലേക്കും, ബീഹാറിലേക്കും, അവിടെ നിന്ന് നിങ്ങൾ ഹിമാചൽ പ്രദേശിലേക്കും, പഞ്ചാബിലേക്കും, ജമ്മു കാശ്മീരിലേക്കും യാത്ര ചെയ്യുക, മധ്യപ്രദേശിലേക്കും, ഉത്തർപ്രദേശിലേക്കും ഒക്കെ യാത്ര ചെയ്യുക, ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുക, ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾ ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്യുക, നേപ്പാളിലേക്ക് യാത്ര ചെയ്യുക, ചൈനയിലേക്ക് പോകുവാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക, മംഗോളിയയിലേക്ക് പോകുക, അസർബൈജാനിലേക്ക് പോകുക, ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുക, കസാക്കിസ്ഥാനിലേക്ക് പോകുക, തജാക്കിസ്ഥാനിലേക്ക് പോകുക. ലോകരാജ്യങ്ങളുടെ വാതിലുകൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ, അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഒരു ബാരിയേഴ്സും ഇല്ല. എല്ലാ ബാരിയേഴ്സിനെയും കർത്താവ് 2000 വർഷങ്ങൾക്ക് മുന്നേ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാത്തവർ ഇന്നും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ നിലവാരത്തിലാണ് ജീവിക്കുന്നത്. അവരിന്നും ആ നിലവാരത്തിലാണ് ജീവിക്കുന്നത്. അവർ ഭാഷയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും വിഭജിക്കപ്പെട്ടവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഭക്ഷണത്തിൻ്റെ പേരിലും നമ്മൾ വിഭജിക്കപ്പെട്ടവരല്ല. ലോകം മുഴുവൻ നമ്മുടെ സന്ദേശത്തിൻ്റെ
പ്രതലമാക്കി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ്. നമ്മളെ ഭാഷയോ നമ്മളെ നിറമോ ഭക്ഷണ രീതികളോ സംസ്കാരമോ ഒന്നും തടയത്തില്ല. നമുക്ക് വേൾഡ് വിസ ലഭിച്ചിരിക്കുകയാണ്. വേൾഡ് വിസ, ഒറ്റ വിസ ലഭിച്ചിരിക്കുകയാണ്. വേൾഡ് മുഴുവൻ പോകുവാനുള്ള വിസ ലഭിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ ടാൻസാനിയയിൽ നിന്ന് ഈ സന്ദേശം, ആഫ്രിക്കയിൽ നിന്ന് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ആഫ്രിക്കയിലെ വിശേഷങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ കൂടുതൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണം. അസാധാരണമാകുന്ന ദൈവകൃപകൾ കൊണ്ട് നിറയ്ക്കണം. ആഫ്രിക്കയിൽ ഇരുന്നടിയൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ സുവിശേഷം അറിയിക്കുവാൻ, പ്രഘോഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഇപ്പോൾ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വേൾഡ് വിസയും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വേൾഡ് വൈഡ് പാസ്പോർട്ടുമായിട്ട് ഈ പ്രിയപ്പെട്ടവർ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യട്ടെ, ലോക രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നുവല്ലോ, അഭിഷേകത്തിൻ്റെ വലിയ തീ വഹിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരുന്നുവല്ലോ. ആ വെളിയുള്ളവരുടെ മേൽ ഇപ്പോൾ ഒരു ഫയർ ഇറങ്ങട്ടെ, ഒരു ഫയർ ഇറങ്ങട്ടെ, ഒരു ഫയർ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നവർ, ശാരീരിക രോഗം അനുഭവിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കണ്ണിന് അനുഭവിക്കുന്ന ഇൻഫെക്ഷൻസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ലിൻ്റെ മേലുള്ള വേദനകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മെറക്കബിയാസുക്കബറതിനി മറവി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മെറാത്തുകസിന് മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബൈപ്പോളാർ രോഗം അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നടക്കുവാൻ വയ്യാത്തവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, അവരുടെ അസ്ഥിമാംസം യേശുകളിലേക്ക് ഇപ്പോൾ ദൈവശക്തി വ്യാപരിച്ച് വീൽ ചെയർ വിട്ടെഴുന്നേറ്റ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നടക്കട്ടെ, നടക്കട്ടെ. സ്ട്രോക്ക് രോഗങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ. മർക്കിയ ബാസുക്കത്തിന് ലേമറാത്തിനി റൂജാനി അഞ്ചാന ബേലഹത്തിനി ബോസാനി അലാക്കാത്തിനി മരണചിന്തകൾ മാറിപ്പോകട്ടെ. ആരുടെയോ ഹൃദയത്തിൽ ആത്മഹത്യാ ചിന്ത യേശുവിൻ നാമത്തിൽ പിശാച് ഇറങ്ങിപ്പോട്ടെ, ഇപ്പോൾ ഇറങ്ങിപ്പോട്ടെ യേശുവിൻ നാമത്തിൽ. സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ് കം ഓൺ, ലീവ്. യേശുവിൻ നാമത്തിൽ ആത്മഹത്യയുടെ ദുരാത്മാവ് ഇറങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കജുലി മറക്കത്തുബസിനി അംബ്രിയാത്തോ ഫൈന ജേല അതിയ സമാറിക ശുനിലി ബാഥരാദിനി അങ്ങയുടെ ആണിപ്പൊഴുതുള്ള കരത്താൽ ഈ പ്രിയപ്പെട്ടവരെ തുടരമേ. രോഗികൾ സൗഖ്യമാകട്ടെ. ചില കുട്ടികളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ, ജന്മനാ ഉള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില ഡൗൺ സിൻഡ്രംസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മസിക്ക തകസ്കാരി ബന്ധിനി നിഗാന്ത്രിമിനി ചില ഹൈപ്പർ ആക്ടിവിറ്റീസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ശാപക്കെട്ടുകളെയും ഞാൻ പൊട്ടിച്ച് പ്രാർത്ഥിക്കുകയാണ്. മച്ചത്തോട് ഉപാലിയാത്തോ വസേറ്ററീനി യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ആണിപ്പെടുത്തുള്ള കരം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വരുന്നതിനാൽ, അവരുടെ മേൽ ശരീരത്തിൽ സൗഖ്യമായി തീരുന്നതിനാൽ, മനസ്സിൽ സൗഖ്യമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നാമത്തിനും മേലായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.